ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മട്ടൻ സൂപ്പ് നമ്മളെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കറുവപ്പട്ട, പിന്നെ 2 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർക്കുക, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കുക. പിന്നെ അതിന് മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 6 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും കൂടിയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ നന്നായിട്ട് വേവണം. അപ്പം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഇതിൽ വെള്ളം പതച്ച് തൂത്തിട്ടോ. കാരണം കുക്കർ കുറച്ച് വലുതെടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം. അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് സ്റ്റൗവിൽ വേവിച്ചാലും മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മട്ടൻ സൂപ്പൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടിയും കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണൊക്കെ. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ കുരുമുളകിൻ്റെ പൊടിയും ആ ഒരു എരിവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിടാനായിട്ട് ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് കുറച്ച് നെയ്യേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മട്ടനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ചെറിയുള്ളിൻ്റെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുരുമുളകോ ഉപ്പോ എന്തെങ്കിലും കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള മട്ടൻ സൂപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.